എന്താണ് ഫോറക്സ് ട്രേഡിംഗ്? വാട്ട് ഈസ് ഫോറക്സ് ട്രേഡിംഗ്? ഫോറക്സ് എന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കറൻസിക്ക് പകരം മറ്റൊരു രാജ്യത്തിന്റെ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിപണിയാണിത്. ദിവസേന ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ വ്യാപാരം നടക്കുന്നു. കറൻസികളുടെ വിനിമയ നിരക്കുകളിലെ എക്സ്ചേഞ്ച് റേറ്റ്സ് മാറ്റങ്ങളിൽ നിന്ന് ലാഭം നേടുക എന്നതാണ് ഫോറക്സ് ട്രേഡിംഗിന്റെ ലക്ഷ്യം. ഉദാഹരണത്തിന്, $ഡോളറിന്റെ USD മൂല്യം ഇന്ത്യൻ രൂപയേക്കാൾ INR വർദ്ധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ എന്ന കറൻസി ജോഡി വാങ്ങുന്നു. നിങ്ങളുടെ പ്രവചനം ശരിയാണെങ്കിൽ ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിറ്റ് ലാഭം നേടാം. ഇന്ത്യയിൽ ഫോറക്സ് ട്രേഡിംഗ് നിയമപരമാണോ? ഈസ് ഫോറക്സ് ട്രേഡിംഗ് ലീഗൽ ഇൻ ഇന്ത്യ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിൽ ഫോറക്സ് ട്രേഡിംഗ് നിയമപരമാണ്, പക്ഷേ ചില നിബന്ധനകളോടെ മാത്രം. നിയന്ത്രണങ്ങൾ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും RBI സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും SABI ആണ് ഇന്ത്യയിൽ ഫോറക്സ് ട്രേഡിംഗ് നിയന്ത്രിക്കുന്നത്. അനുവദനീയമായ കറൻസി ജോഡികൾ: ഇന്ത്യൻ രൂപ ഉൾപ്പെടുന്ന കറൻസി ജോഡികളിൽ മാത്രമേ വ്യാപാരം നടത്താൻ നിയമപരമായി അനുമതിയുള്ളൂ. ഉദാഹരണത്തിന്, എന്നിവയിൽ നിങ്ങൾക്ക് വ്യാപാരം നടത്താം. അംഗീകൃത എക്സ്ചേഞ്ചുകൾ: NSE ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, MSCI ഓഫ് മെട്രോപൊളിറ്റൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ തുടങ്ങിയ SEBI അംഗീകൃത ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ മാത്രമേ വ്യാപാരം നടത്താൻ പാടുള്ളൂ. അനധികൃത ട്രേഡിംഗ്: ഇന്ത്യൻ രൂപ ഉൾപ്പെടാത്ത മറ്റ് കറൻസി ജോഡികളിൽ, ഉദാഹരണത്തിന് നേരിട്ട് വിദേശ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാത്ത ബ്രോക്കർമാരിലൂടെയോ വ്യാപാരം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഇത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് (ഫീമ) പ്രകാരം പിഴയും തടവും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകൾക്ക് കാരണമാകും. RBI അനധികൃത ഫോറക്സ് ട്രേഡിംഗ് വെബ്സൈറ്റുകളുടെ ഒരു മുന്നറിയിപ്പ് പട്ടിക അലർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് എങ്ങനെ പഠിക്കാം? ഹൗ ടു ലേൺ ഫോറക്സ് ട്രേഡിംഗ്. മലയാളത്തിൽ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ നിരവധി വഴികളുണ്ട്. യൂട്യൂബ് ചാനലുകൾ: ധാരാളം ഇന്ത്യൻ സാമ്പത്തിക വിദ്യാഭ്യാസ ചാനലുകൾ, പ്രത്യേകിച്ച് ബ്രോക്കർമാരുടെ ചാനലുകൾ, സ്റ്റോക്ക് മാർക്കറ്റിനെയും കറൻസി ട്രേഡിംഗിനെയും കുറിച്ച് മലയാളത്തിൽ ട്യൂട്ടോറിയലുകളും വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് മലയാളം, കറൻസി ട്രേഡിംഗ് മലയാളം, ഷെയർ മാർക്കറ്റ് മലയാളം എന്നെല്ലാം തിരഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം ചാനലുകൾ കണ്ടെത്താം. ഓൺലൈൻ കോഴ്സുകൾ: ഓൺലൈനായി മലയാളത്തിൽ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകളും അക്കാദമികളുമുണ്ട്. ഇവ സാധാരണയായി അടിസ്ഥാന വിവരങ്ങൾ മുതൽ നൂതന തന്ത്രങ്ങൾ, സാങ്കേതികവും അടിസ്ഥാനപരവുമായ വിശകലനം, റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് സൈക്കോളജി എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. ഡെമോ അക്കൗണ്ടുകൾ: മിക്ക ബ്രോക്കർമാരും സൗജന്യ ഡെമോ അക്കൗണ്ടുകൾ നൽകുന്നുണ്ട്. യഥാർത്ഥ പണം നിക്ഷേപിക്കുന്നതിനു മുമ്പ് ഡെമോ അക്കൗണ്ടിൽ പരിശീലിക്കുന്നത് വിപണിയെയും പ്ലാറ്റ്ഫോമിനെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കും. പുസ്തകങ്ങളും ലേഖനങ്ങളും: ഫോറക്സിനെക്കുറിച്ച് മലയാളത്തിൽ നേരിട്ടുള്ള പുസ്തകങ്ങൾ കുറവാണെങ്കിലും പൊതുവായ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള മലയാളം പുസ്തകങ്ങളും ഓൺലൈൻ ലേഖനങ്ങളും ലഭ്യമാണ്. പ്രധാനപ്പെട്ട ആശയങ്ങൾ: കീ കോൺസെപ്റ്റ്സ്. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ. കറൻസി ജോഡികൾ, കറൻസി പെയർസ്. കറൻസികൾ എല്ലായ്പ്പോഴും ജോഡികളായിട്ടാണ് വ്യാപാരം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ആദ്യത്തേത് ബേസ് കറൻസിയും രണ്ടാമത്തേത് കോഡ് കറൻസിയുമാണ്. പിപ്സ് ഒരു കറൻസി ജോഡിയുടെ വിലയിലെ ഏറ്റവും ചെറിയ മാറ്റത്തെയാണ് പിപ്പ് എന്ന് പറയുന്നത്. ലെവറേജ് കുറഞ്ഞ മൂലധനം ഉപയോഗിച്ച് വലിയ തുകയുടെ കറൻസി നിയന്ത്രിക്കാൻ ഇത് വ്യാപാരികളെ സഹായിക്കുന്നു. ഇത് ലാഭം വർദ്ധിപ്പിക്കുമെങ്കിലും നഷ്ടസാധ്യതയും വർദ്ധിപ്പിക്കും. സ്പ്രെഡ് ഒരു കറൻസി ജോഡിയുടെ വാങ്ങൽ, ബിഡ് വിലയും വിൽക്കൽ ആസ്ക് വിലയും തമ്മിലുള്ള വ്യത്യാസം. സാങ്കേതിക വിശകലനം, ടെക്നിക്കൽ അനാലിസിസ്. ഭാവിയിലെ വിലചലനങ്ങൾ പ്രവചിക്കാൻ ചാർട്ടുകളും പഴയ വില വിവരങ്ങളും വിശകലനം ചെയ്യുന്നത്. അടിസ്ഥാനപരമായ വിശകലനം, ഫണ്ടമെന്റൽ അനാലിസിസ്. കറൻസിയുടെ മൂല്യത്തെ ബാധിക്കുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ഘടകങ്ങൾ വിശകലനം ചെയ്യുന്നത്. റിസ്ക് മാനേജ്മെന്റ് നഷ്ടം കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ, ഉദാഹരണത്തിന് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉപയോഗിക്കുന്നത്. തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ് ഫോർ ബിഗിനേഴ്സ്. പഠനം പ്രധാനമാണ്. വിപണിയെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും അപകടസാധ്യതകളെക്കുറിച്ചും നല്ല ധാരണയില്ലാതെ യഥാർത്ഥ പണം ഉപയോഗിച്ച് വ്യാപാരം ആരംഭിക്കരുത്. റിസ്ക് നിയന്ത്രിക്കുക. നിങ്ങളുടെ റിസ്ക് സഹിക്കാനുള്ള ശേഷി മനസ്സിലാക്കുകയും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. നിയന്ത്രിത ബ്രോക്കർമാർ. നിയമപരവും സുരക്ഷിതവുമായ വ്യാപാരത്തിനായി SEBI അംഗീകൃത ബ്രോക്കർമാരെ മാത്രം തിരഞ്ഞെടുക്കുക. തട്ടിപ്പുകളിൽ നിന്ന് സൂക്ഷിക്കുക. നിയന്ത്രണങ്ങളില്ലാത്ത ഫോറക്സ് വിപണികളിൽ തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ട്. വലിയ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളെ സൂക്ഷിക്കുക. ഫോറക്സ് ട്രേഡിംഗ് ഒരു മികച്ച അവസരമാണെങ്കിലും അതിന് ശരിയായ അറിവും അച്ചടക്കവും ആവശ്യമാണ്. ശ്രദ്ധിച്ച് പഠിക്കുകയും ചെറിയ തോതിൽ ആരംഭിക്കുകയും ചെയ്യുക.